എൻ വിവോയിൽ കോഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യമാണ് നമ്മളുടെ റോ ഡേറ്റയിനെ നമ്മൾ ഡയറക്റ്റ് കോഡ് ചെയ്യുകയും പിന്നീട് നമ്മൾ ക്ലബ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നതിലേക്ക് നോഡിലേക്കും അതുപോലെ തന്നെ തീമിലേക്കൊക്കെ പോകുന്നത്. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഫയലിൻ്റെ നമ്പറും റെഫറൻസിങ്ങും കറക്റ്റായിട്ട് എൻ വിവോയിൽ വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഇപ്പോൾ എൻ വിവോയിൽ നമ്മൾ സാധാരണ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ മേജറായിട്ടുള്ള ഒരു കോഡ് എടുത്തു. ശരിക്കും ഇതെൻ്റെ നോഡാണ്. ഈ നോഡിൻ്റെ അണ്ടറിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, പലതരത്തിലുള്ള കോഡ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം കണ്ടോ, ഒരുപാട് കോഡ്സ് ഉണ്ട്. അപ്പം നമുക്കിവിടെ എന്തുണ്ട്, ഫയൽസ് ഉണ്ട്. ആൻഡ് നമ്മളിവിടെ കോഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മെൻ്റൽ ഹെൽത്ത് തിരഞ്ഞെടുത്തിരുന്നത്. ഓക്കെ, മെൻ്റൽ ഹെൽത്തിൽ ഡാറ്റ കിട്ടി. നോക്കി ഇവിടെ എല്ലാം 0 ആയി കിടക്കുന്നത്. കാരണം ഞാൻ മാനുവലായിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ കോഡിങ് നടത്തിയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ ഒരു ഹൈറാർക്കിക്കൽ കോഡ്സും നോട്ട്സും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഫയൽസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് വി കനോട്ട് ഫൈൻഡ് എനി റെഫറൻസ് ഹിയർ. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലബ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള ചൈൽഡ് നോട്ട്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഒരേ ലെവലിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് സെയിം ലെവലിലുള്ളത്. ഞാൻ റൈറ്റ് ക്ലിക്ക് ഞെക്കി കോപ്പി എടുത്തു. എന്നിട്ട് ഞാൻ മുകളിലേക്ക് പോയി. എനിക്കിതിനകത്ത് അത് ആഡ് ചെയ്യേണ്ടത്. ഞാൻ അവിടെ റൈറ്റ് ക്ലിക്ക് ഞെക്കി മെർജ് ടു സെലക്ട് കോഡ് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ചൈൽഡ് കോഡ്സ് എല്ലാം അതുമായിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. സോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 9 സ്റ്റഡീസിനകത്ത് നിന്ന് 18 റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫയൽസ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇനി സിമിലർ ആയിട്ടുള്ള ബാക്കിയുള്ളത് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ കീഴിൽ 2 റെഫറൻസിങ് വന്നിട്ടുണ്ട്. ഞാൻ ഇതേ രീതിയിൽ കോപ്പി ചെയ്തു, ഇങ്ങോട്ടേക്ക് മെർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് 2 സ്റ്റഡി എന്നുള്ള ഡാറ്റയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു, ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്തു, മെർജ് ചെയ്തു. അത് സെയിം ഡാറ്റ തന്നെയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു, എന്നിട്ട് കോപ്പി, പേസ്റ്റ് അല്ലായിരുന്നു. പേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കോഡ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ 2 ടീമിൻ്റെ അണ്ടറിൽ സെയിം കോഡ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ ഈ കോപ്പി ചെയ്താൽ മതി. ഓക്കെ, കോപ്പി, ദെൻ ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അവിടെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പം ബാക്കിയുള്ളത് ചെയ്യണില്ല. അതിന് മുമ്പ് ഇതെങ്ങനെയാണ് ക്ലബ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും കോഡ്സിനെ ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ മേജർ ആയിട്ട് നോക്കി ഇവിടെ 0 ആയി കിടക്കുന്നത് അവിടെ കൊണ്ടുവന്നിട്ട് മെർജ് ടു സെലക്റ്റഡ് കോഡ് എന്നുള്ളത് കൊടുത്തു. യെസ്, പ്രോസസ്സിങ്. കണ്ടോ, 9 സ്റ്റഡിയിൽ നിന്ന് 20 റെഫറൻസ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് സൈക്കോളജിക്കൽ ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുള്ള കോഡിനകത്തുണ്ട്. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് കോഡ്, നോഡിൻ്റെ അണ്ടറിലുള്ള ഒരു കോഡാണത്. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് ചൈൽഡ് കോഡ്സ് ഉണ്ട്. ചൈൽഡ് കോഡ്സിൻ്റെ അണ്ടറിൽ വീണ്ടും കോഡിംഗ് ഉണ്ട്. ഇതാണ് ചൈൽഡ് കോഡ്. ഇതാണ് മേജറായിട്ട് വരുന്ന ഹൈറാർക്കിക്കൽ കോഡ്. അതിൻ്റെ താഴെ നോഡുണ്ട്, അതിൻ്റെ താഴെ കോഡ്സ് ഉണ്ട്, കോഡ്സിൻ്റെ താഴെ ചൈൽഡ് കോഡ് ഉണ്ട്. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ, പറയുമ്പോൾ